വലിയ ഒച്ചപ്പാടുണ്ടാക്കിയാൽ സത്യത്തെ തോപ്പിക്കാൻ കഴിയൂല. നിങ്ങളൊക്കെ ഈ നാട്ടിലെ വലിയ ഒച്ചപ്പാടിൻ്റെ ആൾക്കാരാണല്ലോ. എന്നിട്ട് എന്ത് നേടി? അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇമാമിനെ ചോദ്യം ചെയ്തത്? മഹല്ല് ഭരണത്തുനിന്ന് കള്ളുകുടിയന്മാരെയും പലിശക്കാരെയും ഒഴിവാക്കി നിർത്തണമെന്ന് പറഞ്ഞതിനോ? രായി മുതലാളിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന്. അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് രായ് മുതലാളിയെ കുറിച്ചാന്ന് മൂപ്പർക്ക് മനസ്സിലായി. എന്താ മൂപ്പർക്ക് അങ്ങനെ തോന്നാൻ? കമ്മിറ്റിയിൽ 17 അംഗങ്ങളുണ്ട്. അതിൽ 14 അംഗങ്ങൾക്കും ഒരു പരാതിയില്ലല്ലോ. എന്താ കാരണം? അവരുടെ ഭാഗത്തൊരു തകരാറുമില്ല. 3 മെമ്പർമാർക്ക് ഇമാമ് പറഞ്ഞത് രസിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇമാമ് പറഞ്ഞ തകരാറ് അവർക്ക് ഉണ്ട് എന്നാണ്. നിങ്ങൾ ആദ്യം അത് തിരുത്താൻ നോക്കി, എന്നിട്ട് ഇമാമിൻ്റെ പേരിൽ കുതിര കയറാം. 14 കൊല്ലായിട്ട് രായ് മുതലാളി മഹല്ല് പ്രസിഡൻ്റായിരുന്നു. അംസക്കോയ സെക്രട്ടറിയും മൊയ്തീൻ ഖജാൻജിയും. എന്നിട്ട് ഇത്രയും കാലത്തെ വരവ് ചെലവ് കണക്കെവിടെ? ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, ചോദിക്കാൻ ധൈര്യല്ല. കുട്ടിനെ കെട്ടിക്കാനും മയ്യത്ത് മറമാടാനും കഴിയൂലെന്നുള്ള പേടി. നിങ്ങളെപ്പോലത്തെ ഉളുമ്പൂസന്മാരുള്ള ഈ നാട്ടില് മുതലാളിമാർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം. അല്ല ജേരെ, അറിയാത്തോണ്ട് ചോദിക്കുക, രായ് മുതലാളി ശരിക്കും പലിശ വാങ്ങുന്നുണ്ടോ? ബോണസ് എന്നും ലാഭമെന്നും നഷ്ടപരിഹാരം എന്നും ഒക്കെ പേരിട്ടതുകൊണ്ട് പലിശ അല്ലാതാവണം. അത് ഹലാലാണ് എന്ന് ഫത്വ ഇറക്കിയത് കൊണ്ടോ പുസ്തകം എഴുതിയത് കൊണ്ടോ ഒരു കാര്യം. ഈ നാട് ഒരു മാതൃകാ മഹല്ലാക്കണം. നിങ്ങളെപ്പോലുള്ളവർ കൂടി ഉത്സാഹിക്കേണ്ട കാര്യമാണത്. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറുന്ന അങ്ങാടി ഭരണക്കാരായ വഷളന്മാരെ ഇസ്ലാന്തിയും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുത്. അത് പടച്ചോനെ പേടിയുള്ളവരും അറിവുള്ളവരും ചെയ്യട്ടെ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളോട് ക്ഷമിക്കണം ആചാര്യ. നേതാക്കന്മാരും പ്രമാണിമാരും പറയുന്നത് കേട്ട് തുള്ളാനേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടാവില്ല.